പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, USSുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞുതരാം. തന്നിരിക്കുന്ന ഒരു ചിത്രത്തിൽ, ഈ ഒരു ഫിഗറിൽ ചെറിയ ഈ ഒരു സ്മോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത് 36 ആണ്. ഈ ഒരു സ്ക്വയറിന്റെ വികരണം, അതായത് ഡയഗണൽ വ്യാസമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സൈഡായിട്ട് വരച്ചിരിക്കുന്ന വലിയൊരു സമചതുരവും നമുക്ക് ഇവിടെ കാണാം. വലിയൊരു സ്ക്വയർ ഇവിടെ കാണാം. ഓക്കെ, വലിയൊരു സ്ക്വയർ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എങ്കിൽ ചോദ്യം ഇത്രയാണ്: ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ് ചോദ്യം. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ കണ്ടെത്തണം. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ചെറിയ ഭാഗത്തിന്റെ ഏരിയ 36 ആണ്. അതിന്റെ ഏരിയ 36 ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇതിന്റെ ഡയഗണൽ വശമായിട്ട്, ഡയഗണൽ വികരണം വശമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സമചതുരം വരക്കുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയാണോ, ഇതിന്റെ ഏരിയ 36 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഇതിന്റെ ഏരിയ, വലുതിന്റെ ഏരിയ. വലുതിന്റെ മൊത്തം ഏരിയ നമുക്ക് 72 എന്ന് കിട്ടി. പിന്നെ നമുക്കറിയാം, എപ്പോഴും നമ്മൾ വികരണം വരച്ചു കഴിഞ്ഞാൽ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ അതിനെ 2 ഈക്വൽ ആയിട്ടാണ് വായിക്കുക. അപ്പൊ ഇത് 36 ആണെങ്കിൽ ഇത് 18 ആകും. ഓക്കെ, അപ്പോ ഈ വലുത് മൊത്തം, ഈ ഒരു എന്താണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, ശ്രദ്ധിക്കുക. ഇത് വലുത് മൊത്തം 72 ആണ്. മൊത്തം 72 ആണ്. അതിൽ നിന്ന് ഈ 18 കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. 72 മൈനസ് 18. നമുക്കറിയാം 72 മൈനസ് 18 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് ഗോസ് ടു ഓപ്ഷൻ ബി, 54 എന്ന് കിട്ടും. ഓക്കെ, വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും കരുതുക. മനസ്സിലാവാത്തവർ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര, തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടെത്താം. നമുക്ക് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ അറിയാം, ഹാഫ് ബി എച്ച് എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് ഇവിടെ ബി മൊത്തം തന്നിട്ടില്ല, ഇവിടെ നമുക്ക് ഈ ഒരു അളവ് മിസ്സിംഗ് ആണ്. ഓക്കെ, അതിന് പകരം മറ്റു 2 അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊന്ന് പേര് കൊടുക്കാം. ഞാൻ പേര് കൊടുക്കുന്നു ABCD എന്ന് പേര് കൊടുക്കുന്നു. കൺസിഡർ ട്രയാങ്കിൾ ADC. ഈ ഒരു നീല കൊണ്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിളിനെ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഇത് രണ്ടും എന്താണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണങ്ങളാണ് അല്ലെ, 2 ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാണ്, നമുക്ക് 21ഉം 29ഉം വരികയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നമുക്ക് ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് കാരണം ഹൈപ്പോട്ടന്യൂസ് എന്ന വശം വരിക. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്. ഇനി ആൾട്ടിറ്റ്യൂഡ് ആണ് കാണേണ്ടത്, ഉയരം ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ ലംബമാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ലംബം കാണണമെങ്കിൽ, നമ്മളുടെ DC സ്ക്വയർ കാണണമെങ്കിൽ നമുക്ക് വലിയ വശമായ കർണം തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മൈനസ് ചെയ്യാൻ വേണ്ടത്, എപ്പോഴും മൈനസ് ചെയ്യാണ് വേണ്ടത്. ഏതാ, 29ന്റെ സ്ക്വയർ എന്ന് ആരെ മൈനസ് ചെയ്താൽ മതി, 21ന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. കർണം ആണ് കാണേണ്ട കേസെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ട കേസെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ പ്ലസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എല്ലായിടത്തും ലംബമാണോ പാദമാണോ കാണേണ്ട കേസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഹൈപ്പോട്ടന്യൂസ് കർണത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. അപ്പൊ 29ന്റെ സ്ക്വയർ നമുക്കറിയണം. 29ന്റെ സ്ക്വയർ 841 ആണ്. ആൻഡ് 21ന്റെ സ്ക്വയർ 441 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു DC സ്ക്വയർ. അപ്പൊ DC ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, DC സ്ക്വയർ ഈക്വൽ ടു 844 400 എന്ന് കിട്ടും അല്ലെ. അപ്പൊ DC സ്ക്വയർ ആണ് 400. അപ്പൊ DC അറിയുമ്പോൾ ഈ സ്ക്വയർ സമത്തിനപ്പുറം പോകുമ്പോൾ റൂട്ട് ആകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ റൂട്ട് 400 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ DC ഇത് 20 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ലംബം കിട്ടി. ഈ ബേസിന് ഇവിടെ DB കൂടി കണ്ടെത്തണം. അപ്പൊ DB കണ്ടെത്താൻ വേണ്ടിയാണ് BDC എന്ന ഈ ട്രയാങ്കിൾ എടുത്തു. ശ്രദ്ധിക്കുക, BDC എന്ന് പറയുന്ന ഈ കറുപ്പ് ഞാൻ മാർക്ക് ചെയ്ത് ഈ ട്രയാങ്കിൾ എടുത്തു. ഇവിടെയും തന്നെ ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. 90 ഡിഗ്രിക്ക് എതിർവശമുള്ള കർണം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പാദമാണ് കാണേണ്ടത് അല്ലെ, DB ആണ് കാണേണ്ടത്, DB സ്ക്വയർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാദം ലംബം കാണണമെങ്കിൽ കർണത്തിന് കുറക്കാൻ വേണ്ടി അല്ലെ. അപ്പോ എന്താണ്, ഹൈപ്പോട്ടന്യൂസിന് കുറക്കാണ് വേണ്ടത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25ന്റെ സ്ക്വയറിൽ നിന്ന് ആരെയാണ് കുറക്കേണ്ടത്, ലംബം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 20ന്റെ സ്ക്വയർ കുറക്കണം. അപ്പൊ നമുക്ക് DB സ്ക്വയർ സീക്വൽ 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ്. മൈനസ് 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 400 ആണ്. ഓക്കെ, DB സ്ക്വയർ സീക്വൽ ടു നമുക്ക് കിട്ടും 625 400 കുറച്ചാൽ 225. DB സ്ക്വയർ ആണ് 225. DB സീക്വൽ ടു നമുക്ക് റൂട്ട് 225 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 50. അങ്ങനെ നമുക്ക് DBയും കിട്ടി. അപ്പൊ നമുക്ക് പാദം കിട്ടി, ലംബം കിട്ടി. പാദം കിട്ടി, ലംബം കിട്ടി. പാദം എന്ന് പറയുന്നത് 21 പ്ലസ് അല്ലെങ്കിൽ ബേസ് B എന്ന് പറയുന്നത് 21ഉം 15ഉം കൂട്ടിയ 36 കേട്ടോ. ശ്രദ്ധിക്കണം, 21 പ്ലസ് 15 36 ആണ്. ഹൈറ്റ് H എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എടുക്കാം. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H പരപ്പളവാണ് കണ്ടീഷൻ. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 36 ആണ്. H എത്രയാണ്, 20 ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. 2 × 2 36ന്റെ പകുതി കട്ട് ചെയ്യുക 18 എന്ന് പറയും അല്ലെ. 2 × 2 36, 2 എത്ര 18. 18 ഇൻറ്റു 20 വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. 3060 എന്ന് കിട്ടും. 360 എന്ന് കിട്ടും. സോ ദ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ വളരെ
സ്പീഡ് ആയിട്ടുള്ള ക്ലാസ് ഉള്ളത് 2-3 കൺസെപ്റ്റുകൾ ഇക്വേഷൻസുകൾ നോക്കണം.